കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹവാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സേന. കോഴിക്കോട് താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹവാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സേന ആവശ്യപ്പെട്ടു. കുടുംബത്തിന് വീട് സന്ദർശിച്ച് കമ്മിറ്റി അംഗങ്ങൾ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കുടുംബത്തിനാവശ്യമായ സഹായവും നീതിയും ലഭിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷഹവാസിൻ്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കുടുംബത്തിനാവശ്യമായ നീതിയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ഊന്നി പറഞ്ഞു. മനുഷ്യാവകാശ സേനയുടെ ഈ ഇടപെടൽ ഷഹവാസിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് ഒരു പ്രധാന പടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബത്തിനാവശ്യമായ സഹായം നൽകുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും തുടർന്നുള്ള നടപടികൾ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു. ഷഹവാസിന്റെ ഉമ്മയ്ക്ക് മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകിയതായി മനുഷ്യാവകാശ സേന അറിയിച്ചു. മനുഷ്യാവകാശ സേന പ്രവർത്തകയും ലൈഫ് സ്കിൽ കൺസൾട്ടൻസും ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജുവാണ് ഷഹവാസിന്റെ ഉമ്മയ്ക്ക് പ്രത്യേകം കൗൺസിലിംഗ് നൽകിയിട്ടുള്ളത്. ഷഹവാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായാണ് ഈ നടപടി. ആമിന ജിജു കുടുംബാംഗങ്ങളുടെ മാനസിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ മനോവേദന കുറയ്ക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശവും തെറാപ്പിയും നൽകി. മനുഷ്യാവകാശ സേനയുടെ ഈ മനസാന്നിധ്യപരമായ പിന്തുണ ഷഹവാസിന്റെ കുടുംബത്തിന് ഈ ബുദ്ധിമുട്ടുകളുടെ കാലത്ത് ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും തുടർന്ന് നൽകുന്നതിനായി മനുഷ്യാവകാശ സേന തുടർന്നും പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു. മനുഷ്യാവകാശ സേന കേരള സ്റ്റേറ്റ് വനിതാ പ്രസിഡന്റ് ശ്രീമതി വനജ, കോഴിക്കോട് ജില്ലാ ഡയറക്ടർ സുഹറ മാങ്കാവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു, നാഷണൽ PRO മുംതാസ്, സുബൈർ നെല്ലോളി, ഫൈസൽ പെരുവയൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മെയിൻ വലിയൊരു കാണിക്കാതെ അത്യാവശ്യം സാമ്പത്തികമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഒതുങ്ങിയ ജീവിതം മറ്റുള്ളവരൊക്കെ അതിൽ അങ്ങനെയുള്ള ഒരു ജീവിതമായിട്ട് അങ്ങനെ പോണതാണ്. മറ്റെല്ലാവരുമായിട്ട് വളരെ ഐക്യത്തിൽ ഇവിടെയുള്ള അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇങ്ങോട്ട് വരാൻ വയ്യവർക്ക് ഒന്നും സമാധാനിക്കുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ അവസ്ഥ അത് എന്നുള്ള കണ്ടീഷനിൽ അവർ നോക്കൂ. ഈ ഒരു പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ രംഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പല ഫോട്ടോകളുമൊക്കെ മാധ്യമങ്ങളൊക്കെ എന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ആർക്കും കഴിയുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഇവിടെ ബാക്കിയുള്ള സാധാരണക്കാരനോട് ജീവിക്കണ്ടേ? ഇതിപ്പോ ഓരറിയുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന പുറത്തൊക്കെ ഒരാൾ പറയും, ഇവിടെ വന്നു ആശ്വസിപ്പിക്കുന്നു പോകുന്നു. പിന്നെയും നമ്മൾ ഈ നേരിയ ജീവിതമായിട്ട് ഇങ്ങനെ പോവുക. ഒരു സമാധാനമല്ല. 12 വർഷം ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവൻ പഠിക്കട്ടെ എന്നിട്ട് ആ വീടിന്റെ പണിയൊക്കെ അങ്ങനെ നിർത്തി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, സാധാരണഗതി രാവിലെ ഒരു കുട്ടിയെ പറഞ്ഞുകൊണ്ട് വിടുകയാണെങ്കിൽ തന്നെ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം. പണ്ടത്തെ പോണല്ല. വണ്ടി ഫീസ് വേണം, അത് വേണം, ഇത് വേണം, അല്ലെ നാളെ എനിക്ക് അത് വേണം, മറ്റവൻ അത് കിട്ടിയിട്ടുണ്ട് എനിക്കിത് വേണം. കുറേയൊക്കെ നമ്മൾ കൂടുതൽ അതാണ് ഞാൻ ഒന്നാമത് വിഷമത്തിലായത്. എൻ്റെ കുട്ടിയെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ സംഭവിച്ചാലാണ് തിരിച്ചറിയുന്നത്. ഈ 2 വർഷം ശ്ലോകങ്ങൾ കേട്ടില്ലേ? അന്ന് ശരിക്കും സാറ് പറഞ്ഞ പോലെ അത് അന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ ചെറിയ ശിക്ഷ അതല്ല ടീച്ചർ പൊട്ടിത്തെറിച്ച് വന്നല്ലോ. വെള്ളിമാടുന്നുള്ള ടീച്ചർ വന്നല്ലോ. അതല്ലേ മുമ്പത്തെ അതിന്റെ ഗൗരവം അറിയുന്നത് കൊണ്ട് ഇവിടെ വന്നു.